ഹേ ഗൈസ്, അപ്പോൾ ഇല്ലേ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് മന്തി കഴിക്കണമെന്ന്. സാധാ മന്തി അല്ല കേട്ടോ, അൽഫാം മന്തി തന്നെ കഴിക്കണമെന്ന് വെച്ച്. അപ്പോൾ അടുത്ത് വെയിറ്റർ പറഞ്ഞ് മിനിമം ഒരു അരമണിക്കൂർ അങ്ങ് വെയിറ്റ് ആക്കണമെന്ന്. അപ്പം നമ്മളെ കണ്ണൊപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സാലഡും മയണൈസും കുറച്ച് തക്കാളി ചട്നിയെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ഇരിക്കുന്നതല്ലേ, കുറച്ചുകൂടെ ഇങ്ങനെ ചോദിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. എനിക്കില്ലേ ഈ ഉച്ചയ്ക്ക് ടൈമിൽ നമുക്ക് ചോറ് ആ ഒരു ഐറ്റംസ് തന്നെ കഴിക്കണം കേട്ടോ. അത് എന്തായാലും പ്രശ്നമില്ല. ചോറോ നെയ്ച്ചോറോ മന്തി ആ ഒരു ടൈപ്പിൽ മാത്രമേ കേട്ടോ കഴിക്കാൻ കഴിയൂ. മറ്റേ ഹെവി ആയിട്ടുള്ള പൊറോട്ട കുബൂസ ഒന്നും ആ ഒരു ടൈമിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മന്തിയാണ്. കാരണം എന്തായാലും ഇത് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. 3 മണി കഴിഞ്ഞാൽ എങ്ങനെയും സാധാ ചോറ് കിട്ടൂല നമുക്ക്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് ഇത്രയും വലിയ പീസ്, ചെസ്റ്റ് പീസ്, ഇത് എപ്പോൾ തിന്നിട്ടാണ് ഞാൻ എപ്പോൾ പുരക്കെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ നോക്കിയിട്ട് ഞാൻ എങ്ങനെ കഴിക്കണം എന്ന് ആലോചിച്ചിട്ടാണ്. ഇതിൻ്റെ അകത്തില്ല കുറേ റബ്ബർ പൂളാന്നല്ലോ, മട്ട പീസെല്ലാം കുറവാണ്. എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ച് കുറച്ച് തക്കാളി ചട്നി വെച്ചിട്ട് വാങ്ങിച്ചതല്ലേ, ഇനി കഴിച്ചാലേ പറ്റൂ എന്നുള്ള ഒരു ഇതിൽ ഞാനത് കഴിക്കാൻ തുടങ്ങിയിട്ടാ. പക്ഷെ എത്ര മന്തി കഴിച്ചാലും ഇല്ലേ നമ്മളെ സാധാ ചോറ് കഴിക്കുന്ന ടേസ്റ്റ് ഈ മന്തി കഴിച്ചാലൊന്നും കിട്ടിയില്ല കേട്ടോ. എത്ര ചിക്കൻ കഴിച്ചാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ പോണില്ല ഗൈസ്. പക്ഷേ എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ചിട്ട് കിട്ടിയതല്ലേ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് കഴിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ഗൈസ്, നിങ്ങളില്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.